സൽമാൻ ഖാന് വീണ്ടും വധഭീഷണി. വാട്സാപ്പിലൂടെയാണ് ഭീഷണി സന്ദേശം എത്തിയത്. സൽമാൻ ഖാനെ വീട്ടിൽ വച്ച് കൊല്ലുമെന്നും വാഹനം ബോംബിട്ട് തകർക്കും എന്നുമാണ് ഭീഷണി. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും മനീഷ് ഐഷ മാത്യു ആണ് ചേരുന്നത്. മനീഷ്, സൽമാൻ ഖാന് നേരെ വീണ്ടും വധഭീഷണി എത്തുന്ന സാഹചര്യം, എപ്പോഴാണ് ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്? ഇതിന്റെ അന്വേഷണം ഏത് തരത്തിൽ നടക്കുകയാണിപ്പോൾ? ലക്ഷ്മി, ഇന്നലെയാണ് സൽമാൻ ഖാൻ വാട്സാപ്പിൽ ഇത്തരത്തിലൊരു സന്ദേശം ലഭിക്കുന്നത്. ഈ സന്ദേശം എവിടുന്നാണ് ലഭിച്ചതെന്ന് സംബന്ധിച്ച ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഒരു അജ്ഞാത നമ്പറിൽ നിന്നാണ് ഇത്തരത്തിൽ വീട്ടിൽ കയറി കൊല്ലുമെന്നും അതുപോലെ തന്നെ വാഹനം ബോംബ് വെച്ച് തകർക്കുമെന്ന തരത്തിലേക്ക് സൽമാൻ ഖാൻ ഭീഷണി ഉണ്ടാകുന്നത്. ഇതിനു മുമ്പും പലപ്പോഴായി സൽമാൻ ഖാൻ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ലോറൻസ് ബിഷ്ണോയുടെ ഭാഗത്തു നിന്നാണ് പലപ്പോഴായും സൽമാൻ ഖാൻ ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിട്ടുള്ളത്. ഇയാളാണോ ഇതിന് പിന്നിലെന്നാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പും പലപ്പോഴായി സൽമാൻ ഖാൻ ലോറൻസ് ബിഷ്ണോയുടെ ഭാഗത്തുനിന്ന് ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സൽമാൻ ഖാന്റെ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ഒരു കൃഷ്ണമൃഗത്തെ സൽമാൻ ഖാൻ കൊലപ്പെടുത്തി, അതുകൊണ്ട് സൽമാൻ ഖാനെയും കൊല്ലും എന്നുള്ളതായിരുന്നു ഇതിൽ പ്രധാനമായുള്ള ഭീഷണി. ഇതിന് പിന്നാലെയാണ് സൽമാൻ ഖാന്റെ വീടിനും അതുപോലെ തന്നെ സൽമാൻ ഖാനും ഒക്കെ സുരക്ഷ വർദ്ധിപ്പിച്ചത്. സൽമാൻ ഖാന്റെ വീടിന്റെ ഗ്ലാസുകളെല്ലാം തന്നെ ബുള്ളറ്റ് പ്രൂഫിലേക്ക് അടക്കം മാറ്റുന്ന തരത്തിലേക്ക് വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വാട്സാപ്പിൽ ഇത്തരത്തിലൊരു സന്ദേശം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ നിലവിൽ ഇതാരാണെന്ന് കണ്ടെത്തുന്നതിനുമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലക്ഷ്മി. മനീഷ് ഐഷ മാത്യു ആണ് നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.